ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ രവിചന്ദ്രന്റെ കുറച്ച് മരണ മാസ് ചിന്തകൾ, മരണത്തെക്കുറിച്ചുള്ള മാസായ ചിന്തകളാണ് നമ്മൾ ഇന്ന് എല്ലാത്തിലും മൂപ്പര് ഭയങ്കര വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യനാണല്ലോ. അത് മുമ്പ് നമ്മൾ കണ്ടിരുന്നു മരണാനന്തര ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മരണാനന്തര ജീവിതം ഇല്ല. കാരണം എന്താ, മരണാനന്തരം പിന്നെ ജീവിതം ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനൊക്കെ മരണാനന്തര ജീവിതം ഇല്ലാത്തത് കൊണ്ട് മരണത്തിന് ശേഷം പിന്നെ ജീവിതമല്ല. അങ്ങനെ ഭയങ്കര ലോജിക്കൽ കാര്യങ്ങളാണ് പറയാ. അപ്പോൾ ഇത് കുറച്ചും കൂടി കൂടിയ ഇനങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വൈബിൽ കേൾക്കണം. പല ആൾദൈവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഞ്ചാവടിച്ച തത്വശാസ്ത്രങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, രസമാണ്. കുറച്ച് എന്റർടൈൻമെന്റ് രൂപത്തിൽ കണ്ടാൽ മതി. അപ്പൊ എനിവേ നമുക്ക് ആദ്യം ഒരു മരണ മാസ് ചിന്തയിലേക്ക് പോവാം. ഇസ്ലാമിസ്റ്റുകളിലേക്ക് അള്ളാഹുവിന് അടിമകളാണ് ഞങ്ങൾ. അടിമത്തം നിരോധിച്ച രാജ്യമാണിത്. നിങ്ങൾ അടിമകളായിട്ട് ജീവിക്കുന്നു. അടിമത്തം നിരോധിച്ച രാജ്യമാണ് ഇന്ത്യയിൽ. നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായിട്ട് ജീവിക്കുന്നു. ഏത് അർത്ഥത്തിലാണ് പറയുന്നത് ആലോചിക്കണം. അതായത് ഒന്ന് ദൈവത്തിനുള്ള സമർപ്പണം, അതിന് പറയുന്ന പല ടെർമിനോളജികളാണ്. അത് വെച്ചിട്ടാണ് പറയുന്നത് അടിമത്തം നിരോധിച്ച രാജ്യം. എന്താ തമ്മിലുള്ള ബന്ധം? നിങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കുന്നു, നിങ്ങളെ കൂട്ടത്തിൽ വ്യക്തിത്വം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അതിൻ്റെ ഒന്നും കാര്യമില്ല ജീവിക്കാൻ. ഇങ്ങനെ നമുക്ക് ആകെ ഒരു ഇന്നിങ്സ് ആണ് ഉള്ളത്. യു മേ ബിലീവ് ഇൻ സം അതർ ഇന്നിങ്സ്, ഐ ഡോണ്ട് നോ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം അവസാനിക്കുന്നത് മരണത്തിൽ മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ നമുക്ക് അവസരമില്ല. വചനമാണിത്. ഒന്നുകൂടെ കേൾക്കട്ടെ. കല്ലിൽ കൊത്തി വെക്കേണ്ട സാധനം കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം അവസാനിക്കുന്നത് മരണത്തിൽ മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ നമുക്ക് അവസരമില്ല. നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം അവസാനിക്കുന്നത് മരണത്തിൽ മാത്രമാണ്. മരണം അവസാനിക്കുന്നത് മരണത്തിൽ മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ നമുക്ക് അവസരമില്ല. അതാണ് വിഷയം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ പറ്റില്ല. എഴുതി വെക്കും. നിങ്ങളിത് ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാനുള്ള അവസരം. ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ അറിവ് കിട്ടിയത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ അവസരമില്ല. അതല്ല, ഫസ്റ്റ് പറഞ്ഞു ജീവിതം എന്ന് പറഞ്ഞാൽ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരണം അവസാനിക്കുന്നത് മരണത്തോടെയാണ്. അപ്പൊ നിരന്തരം മരിക്കുമ്പോൾ കുറെ മരിക്കുന്നുണ്ട് നമ്മൾ കേട്ടോ, കുറെ തവണ മരിക്കുന്നുണ്ട്. അതിൽ ഒരു മരണത്തിലാണ് മൊത്തത്തിൽ മരണങ്ങൾ അവസാനിക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ പറ്റൂല. അപ്പൊ ഡെയിലി മരിക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മരിക്കുന്നുണ്ടല്ലോ, പിന്നെയാണല്ലോ ഈ മരണം അവസാനിക്കുന്നത്. അപ്പൊ ഈ മരണം കഴിഞ്ഞിട്ട് പിന്നെ മരിക്കുന്നില്ലേ സാറ്? ഇനി നമുക്ക് മനസ്സിലായിട്ടാണ് മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ നമുക്ക് അവസരമില്ല. ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓരോ സെല്ലുകൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം തോറും നശിച്ചു. അപ്പോൾ അതൊരു ചിന്ത. രണ്ടാമത്തത് വേറൊരു മോനൊരു ചോദ്യം ചോദിച്ചാണ്. ഹലോ സാർ, എൻ്റെ പേര് നയൻ. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്താണ് ആഫ്റ്റർ സംഭവിക്കണത്? യെസ്, മനുഷ്യൻ ജീർണിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതെ, നല്ല ചോദ്യമാണ് നയൻ. അടിപൊളി ചോദ്യം. നയനാകെ ഇല്ലാണ്ടായി പോയി. ചില ആൾക്കാർ പറയാറുണ്ട്, ദേ ശവം കിടക്കുന്നു, അയാൾക്ക് തൊട്ട് മുന്നേ വരെ ഓടിച്ചാടി കളിച്ച ആളാണ്, ഇപ്പോൾ അയാൾ അവിടെ കിടക്കുന്നു, ഇപ്പോൾ അയാളിൽ ഒന്നില്ല, അത് അയാളിൽ നിന്ന് പോയി, അതിനാണ് ജീവൻ എന്ന് പറയുന്നത്. അയാളിൽ നിന്ന് എന്തോ ഒന്ന് പോയി. ഇതേ ഇപ്പോൾ ശരീരമാണ് ജീവനെങ്കിൽ ഇവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറയും ചില ആൾക്കാർ പറയും. ശരീരമാണോ ജീവൻ? ശരീരമാണ് ജീവൻ. മനസ്സിലാക്കുള്ളൂ, ശരീരമാണ് ജീവൻ. ഇരുത്തവും അതുപോലെ തന്നെ. ഇതൊക്കെ കണ്ടിട്ട് നേരത്തെ പറഞ്ഞ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ അവസരമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ മരിച്ചാ പിന്നെ മരിക്കൂല. ഓക്കെ സാർ, അങ്ങനെ ചെയ്യാം. എന്തൊരു മഹത്തായ ചിന്ത എന്ന് പറഞ്ഞു. അതേപോലെ ആ ഇരുത്തൊക്കെ സെയിം ആണ്. കേട്ടിരിക്കുന്ന അനുയായികളും ഏകദേശം നിലവാരമാണ്. മനസ്സിലാക്കുക, ശരീരമാണോ ജീവൻ? അതെ, ശരീരമാണ് ജീവൻ. അവിടെ കിടക്കുന്നത് എന്താണ്? അത് ശരീരമല്ല, അത് ശവമാണ്. ഇറ്റ് ഈസ് നോട്ട് ബോഡി, ഇറ്റ് ഈസ് ഡെഡ് ബോഡി. അയ്യോ, വലിയ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇല്ല, വലിയ വ്യത്യാസമാണത്. ബോഡി ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടാണ് ലൈഫ്. ഡെഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി എന്നുള്ള അവസ്ഥ മാറി, ലൈറ്റ് എല്ലാം ഓഫായി, കണക്ഷൻ ഒന്നും വരുന്നില്ല. മനസ്സിലായോ? അപ്പൊ ആ അവസ്ഥയാണ്, ആ അസംബ്ലി ലെവലാണ് ഈ ലൈഫ് എന്ന് പറയുന്നത്.
അത് പോകുന്നതുകൊണ്ടുകൂടിയാണ് നമ്മൾ, അതായത് ഈ ജീവൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കേൾക്കട്ടെ. ഒരു എൻഡ് റിസൾട്ടാണ്. ഇതെല്ലാം ഇതേപോലെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകും. ഒരു കച്ചേരി പോലെയാണ്. കച്ചേരിയിൽ പല വയലിനും മദ്ദളവും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ജീവൻ. ചെണ്ടയ്ക്ക് വരും പാട്ടിട്ട് ചെണ്ടയിലേക്ക് പിന്നെ പോകണ്ട് ബോസ്. അപ്പോൾ ഏതായാലും ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പറയല്ലോ ഈ ആൾദൈവങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ അവർക്കൊരു ബേസിക്കലി ഒരു കാര്യം ലോജിക്കലി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ സംസാരിക്കുക. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലമായി നമ്മൾ ഈ കാണുന്ന ഇത് മാത്രമാണോ, ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ എൻ്റെ കൈ മാത്രമാണോ അല്ലെങ്കിൽ എൻ്റെ ശരീരം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ഒരു ഇൻഡ്യൂഷനാണ് പറഞ്ഞ സംഭവം. ഞാൻ എന്താന്നുള്ള ചിലപ്പോൾ ആൾക്കാർക്ക് വ്യക്തത ഉണ്ടാവില്ല, പക്ഷെ എന്തോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആത്മാവ് എന്നുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ മരിക്കുമ്പം നമ്മുടെ ബോഡിയൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, പക്ഷേ എന്തോന്ന് സംഭവിക്കുന്നുണ്ട്, എന്തോന്ന്, അതായത് നമ്മുടെ ആ കോൺഷ്യസ്നെസ് ഇല്ലാതാവുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കോൺഷ്യസ് ആണ്, എനിക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്കുള്ളൊരു ബോധ്യം ഇപ്പോൾ ഉണ്ട്. ഞാൻ മരിക്കുന്നതോടുകൂടി അങ്ങനെ ഒരു ബോധ്യം ഇല്ല. അപ്പോൾ പിന്നെ അതിന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെയാണ് മരണത്തെക്കുറിച്ചുള്ള ചോദ്യം, മരണാനന്തരത്തെക്കുറിച്ചുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിൽ കൃത്യമായൊരു ഉത്തരമില്ല. അപ്പോൾ ഉത്തരമില്ലാതാവുമ്പം കുറച്ച് ഈ പറഞ്ഞ ആൾദൈവ ടൈപ്പ് കുറച്ച് ഫിലോസഫി ഇറക്കുക, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ അവസരം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ഫിലോസഫി ആയിട്ട് ഇറക്കിയാൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ചിന്തയാണ്, നമുക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ സാർ എന്തോ പറയുന്നുണ്ട്, പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ചിന്ത ഉണ്ടാവും. അതായത് ഇപ്പോൾ ആക്ച്വലി ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ ക്വാളിറ്റി തന്നെ ദൈവത്തെ തെളിയിക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോൾ മാറ്റർ ആണല്ലോ മനുഷ്യൻ മുഴുവനായിട്ടുള്ളത്. ഈ മാറ്ററിൻ്റെ ക്വാളിറ്റിയെ കാണിക്കോളൂ. ഇപ്പോൾ എക്സ് വൈ രണ്ട് മാറ്റർ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ക്വാളിറ്റി അല്ലാത്തൊരു ക്വാളിറ്റി എക്സ് വൈ എന്ന് പറയുന്ന ഒരു പുതിയ മാറ്ററിനുണ്ടാവും. എക്സും വൈയും കൂടി കൂടി ചേർന്നാൽ നമ്മൾ പറയാറുണ്ട് ഹൈഡ്രജനും ഓക്സിജനും ഒന്ന് കത്തുന്നതും ഒന്ന് കത്താൻ സഹായിക്കുന്നതുമാണ്. രണ്ടും കൂടി ചേർന്നാൽ ആളിക്കത്തലാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? വെള്ളമാണ്. അത് തീനെ കെടുത്തുന്നതാണ്. പക്ഷെ തീനെ കെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഹൈഡ്രജനും ഇല്ല ഓക്സിജനും ഇല്ല, പക്ഷെ ഇത് വെള്ളത്തിനുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോണ്ട്. പക്ഷെ ആ കെടുത്തുക എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും എന്താണ്? മാറ്ററിനുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ രണ്ട് മാറ്ററുകൾ കൂടി ചേർന്നാൽ മാറ്ററിന് ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. ഈ മാറ്ററുകളുടെ പ്രോപ്പർട്ടി ആയിക്കൊള്ളുന്നില്ല, മാറ്ററിൻ്റെ വേറെ ഏതെങ്കിലും മാറ്റർ പ്രോപ്പർട്ടി ആവാം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു മാറ്ററും കൂടി ചേരുമ്പോൾ മാറ്ററിന് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി എങ്ങനെയൊന്നും വരില്ല. അത് നമുക്ക് കൂട്ടിച്ചേർത്തി വരുത്താനും പറ്റില്ല. മനുഷ്യനുള്ള എല്ലാ മാറ്ററും കൂട്ടിച്ചേർത്തിട്ട് അതിനിപ്പോൾ ലിവിങ് സെൽസ് എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ലിവിങ് സെൽസാണ് ജീവൻ എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ഈ ലോകത്ത് മാറ്ററിൻ്റെ എന്ത് പ്രോപ്പർട്ടി നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റുമല്ലോ. അങ്ങനെ കുറേ സെൽസിനെ കൂട്ടിച്ചേർത്തി അതിനൊക്കെ ലിവിങ് സെൽസ് ആക്കി മാറ്റി ഒരു മനുഷ്യന് ഇപ്പോൾ ഉള്ള ക്വാളിറ്റീസ് കൊടുക്കാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പോൾ അവിടെ സംതിങ് എക്സ്ട്രാ മാറ്ററിൻ്റേതല്ലാത്ത കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നാണ് റാഷണാലിറ്റി, യുക്തി. ഒരു മാറ്ററിനും ഒരു സ്റ്റേറ്റും ഇല്ലാത്ത പ്രോപ്പർട്ടിയാണ് യുക്തി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോൺഷ്യസ്നെസ് അഥവാ ബോധം എന്ന് പറയുന്നത് ഒരു മാറ്ററിനും ഒരു തരത്തിലുള്ളാത്ത ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും മാറ്ററുകൾ ഏതെങ്കിലും രീതിയിൽ കൂടിച്ചേർന്നാൽ കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ മൊറാലിറ്റി, ധാർമ്മികത, അതും ഒരു മാറ്ററിനും ഇല്ലാത്ത പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ, ഇതൊക്കെ മനുഷ്യൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മനുഷ്യനിൽ മാറ്റർ മാത്രമല്ല അതിനപ്പുറത്ത് എന്തുണ്ടെന്നുള്ളതാണ്. നമ്മൾ സിംപ്ലി സോൾ എന്നൊക്കെ പറയുമല്ലോ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തോ ഒരു സാധനം ഉള്ളിലുള്ളതുകൊണ്ടാണ് മനുഷ്യൻ കോൺഷ്യസ്നെസ്സും റാഷണാലിറ്റിയും മൊറാലിറ്റിയും ഒക്കെ കാണിക്കുന്നുള്ളത് ദൈവത്തെ തെളിയിക്കുന്ന വൺ ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് ആണ്, പോയിൻ്റാണ്. അഥവാ ദൈവത്തെ പറ്റി പറയുന്ന ഒരു ആശയത്തിന് കൃത്യമാണ് എന്തുകൊണ്ട് ഇതിങ്ങനെ എന്തിലേക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതില്ലാത്ത ആളുകൾ ഇങ്ങനെ കിടന്നിങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ സെല്ലുകൾ കൂടിച്ചേർന്ന്, അതായത് സെല്ലുകളിലുള്ളതാണ് ജീവൻ, ആ സെല്ലുകൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ജീവൻ എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ. അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് മാറ്ററുകൾ കൂടിച്ചേർന്നാൽ മാറ്റർ അല്ലാത്ത ഒന്ന് എങ്ങനെ ഇമേജ് ചെയ്യുന്നു എന്നുള്ളത് വിശദീകരിക്കാൻ വേറെ എന്തെങ്കിലും വേണം. അപ്പോൾ അതില്ലാതെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇമാതിരി സദ്ഗുരു ലെവൽ ഫിലോസഫികൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നുകിൽ ആ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ ആശയം മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും.